നമസ്കാരം, ഫുട്ബോൾ പേരിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് മിക്കവരും വീഡിയോയുടെ കുറച്ച് ഭാഗം കാണുന്നവരാണ്. സോ അവരെ ഒന്ന് പെട്ടെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ പറയണമെന്ന് തോന്നി. കൂടുതൽ കാര്യങ്ങൾ ഈ പ്ലെയറിനെ കുറിച്ച് ആ മാച്ച് അനാലിസിസ് വെച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. നിക്കോളോ റവെല്ലയുടെ പേരാണ്. സോ നമുക്കറിയാം സുബിമെൻഡി പോലത്തെ എഡർസൺ പോലത്തെ ടോപ്പ് ടാലന്റുകളുടെ ലിങ്ക്സ് നമ്മൾ പല ക്ലബ്ബുകളായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഐ എം സേയിങ് നൗ കീപ്പ് ആൻ ഐ ഓൺ നിക്കോളോ റൊവേല. പല ക്ലബ്ബുകളും ടാർഗറ്റ് ചെയ്യേണ്ട പ്രൊഫൈലാണ്. മേ ബി ചീപ്പ് പ്രൈസിനോ അല്ലെങ്കിൽ ഒരു 50 മില്യൺ അറൗണ്ട് കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്റ്റീൽ. കേൾക്കുന്ന പ്രൈസ് അതാണ്. നിക്കോളോ റൊവേലനെ സൈൻ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ഇന്നത്തെ ലാസിയോ വേഴ്സസ് അറ്റ്ലാന്റ മാച്ച് കണ്ടവർക്ക് മനസ്സിലാവും താരത്തിന്റെ ഒരു വാല്യൂ ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ പല തവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. സോ അതിന് നമുക്കത് മാച്ച് ഡേയിലോട്ട് വരുമ്പോൾ നമുക്ക് മാച്ച് ബ്രേക്ക് ഡൗണിലൊക്കെ കൂടുതൽ പറയാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗം എടുത്ത് കാണാവുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് ബാർസലോണയുടെ അപ്ഡേറ്റ് ആണ്. സോ ബാർസലോണ ഡാനി ഓൾമോ രജിസ്ട്രേഷൻ ഡൺ ആയെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഡാനി ഓൾമോയുടെ രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാർസലോണ ഇപ്പോൾ ഒരു ലീവർ പുള്ള് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുണ്ടോ ഡിപ്പർട്ടീവൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബാർസലോണയുടെ VIP സീറ്റ്സിന്റെ സെയിലിലൂടെ 100 മില്യൺ, അതിന്റെ ഫുൾ VIP സീറ്റ്സ് സെയിൽ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ. പാർട്ട് ഓഫ് ദ VIP സീറ്റ്സ് മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് 100 മില്യൺ ബാർസലോണ റേസ് ചെയ്തെന്നും അത് ഒഫീഷ്യലി ലലീഗ ഉടനെ തന്നെ അംഗീകരിക്കും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അതായത് ഇപ്പോഴത്തെ റെക്കോർഡ്സിലോട്ട് ആഡ് ചെയ്യാനായിട്ടും അങ്ങനെ പാവ് വിക്ടറിന്റെയും അതുപോലെ തന്നെ ഡാനി ഓൾമോയുടെയും രജിസ്ട്രേഷൻ ബാർസലോണയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മുണ്ടോടിപ്പെട്ടിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 100 മില്യൺ ത്രൂ പെഡ്രിയുടെയും അതുപോലെ തന്നെ ഗ്യാവിയുടെയും പുതിയ കോൺട്രാക്റ്റും ബാർസലോണയ്ക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്, കാര്യങ്ങൾ പെട്ടെന്ന് നീക്കി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും മുണ്ടോടിപ്പെട്ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ചില മറ്റ് ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ലലീഗ ഈ ഡീൽ ലാസ്റ്റ് മൊമെന്റ് ബ്ലോക്ക് ചെയ്യാം. ഇതുവരെ ഒഫീഷ്യലി അഗ്രി ചെയ്തിട്ടില്ല, വെർബൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളൂ. സോ ആരെങ്കിലും ചാലഞ്ച് ചെയ്താലോ മറ്റെന്തെങ്കിലും നടന്നാലോ വീണ്ടും ഇത് ബ്ലോക്ക് ആവാന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇപ്പോൾ റിലയബിൾ ആയ പല ജേർണലിസ്റ്റുകളും ബാക്കിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എസ്പെഷ്യലി മുണ്ടോ ഡിപ്പോർട്ടിവയിലൊക്കെ ടോപ്പ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാർസലോണയ്ക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. ട്യൂസ്ഡേ രാത്രി 11:59 അവിടുത്തെ ടൈം, അതിന് മുമ്പ് ഈ ഡീൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നും ഡാനി ഓൾമോയും പാവുക്ടർ രജിസ്ട്രേഷനും ഗ്യാരണ്ടി ആക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ ഈ ഒരു ലീവറിനെ കുറിച്ച്, അഥവാ എന്ത് മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു എമൗണ്ട് ആണ് ഈ ലീവറിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത്, ലപ്പോട്ട വല്ലതും കോസ്റ്റ് കട്ട് ചെയ്തോ അവനെ സാക്രിഫൈസ് ചെയ്താണോ ഈ ലീവർ പുള്ള് ചെയ്തെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും ഡാനി ഓൾമോയുടെ മേൽ നല്ല പ്രഷറാണ്. ഇനിയുള്ള നെക്സ്റ്റ് 6 മന്ത്സ് നല്ല പെർഫോം ചെയ്തില്ലെങ്കിൽ മീഡിയയുടെ നിന്നും ഫാൻസിൻ്റെ നിന്നുള്ള ക്രിറ്റിസിസം കിട്ടും. പക്ഷേ അത് പുള്ളിയുടെയും കുഴപ്പമല്ല. ഇങ്ങനെ ഒരു ഫൈനാൻസ് സിറ്റുവേഷൻ ബാർസലോണ വന്നു, കുറേ കെയോട്ടിസം കൊണ്ടുവന്നു, എന്നിട്ടും ഡാനി ഓൾമോ ഔട്ട്പുട്ട് തന്നില്ലെങ്കിൽ പുള്ളിയുടെ മേലെ അനാവശ്യം ഒരു ഹേറ്റ് വരും. സോ വെയിറ്റ് ആൻഡ് സി എന്താവോ എന്തെന്ന്. സോ അവിടെ നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ട്, താൻ റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് ലിവർപൂൾ മാനേജ്മെന്റിനെ അറിയിച്ചതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്ക റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആൻഡ് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ലിവർപൂൾ ബേസ്ഡ് മീഡിയാസ് എല്ലാം പറഞ്ഞു അങ്ങനെ ഒരു ന്യൂസ് ഇതുവരെ ലിവർപൂൾ മാനേജ്മെന്റിന് കിട്ടിയിട്ടില്ലെന്നും അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ബേസ്ഡ് മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എങ്ങോട്ടാണ്, ആറ് ഭാഗമാണ് ശരിയെന്ന് അറിയത്തില്ല. നമുക്കറിയാം മാർക്ക സ്പാനിഷ് ക്ലബ്ബുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലിടും. മേ ബി അതൊരു ടാക്ടിക്സ് ആവാം. മേ ബി ആളിപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആൾ ഇതുവരെ ലിവർപൂളുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പുറത്ത് റയൽ മാഡ്രിഡിനോട് ആൾ ഒഫീഷ്യലി പേഴ്സണൽ ടൈംസ് ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പം റയൽ മാഡ്രിഡ് ജാനുവരിയിൽ ഒരു വെയിറ്റിംഗ് ഗെയിം കളിക്കുന്നു. അതായത് ലിവർപൂൾ ഇങ്ങോട്ട് റയൽ മാഡ്രിഡിന്, അർണോൾഡ് അങ്ങോട്ട് അറിയിച്ചാൽ ഇങ്ങോട്ട് റയൽ മാഡ്രിഡിന് ഓഫറായിട്ട് വരുമെന്ന്, അതായത് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനായിട്ട് ഒരു ഓഫർ ആയിട്ട് ലിവർപൂൾ ഇങ്ങോട്ട് വരും. അതായത് ഇന്ന എമൗണ്ട് തരുവാണ്, ഞങ്ങൾ അർണോൾഡിനെ തന്നേക്കാം ജാനുവരിയിൽ, കാരണം നെക്സ്റ്റ് സമ്മറിൽ ആൾ ഫ്രീ ഏജൻ്റായിട്ട് പോവാണ്. അങ്ങനെ ഒരു ഡിസിഷൻ ലിവർപൂൾ എടുത്തേക്കാം എന്നുള്ള രീതിയിലും സ്പാനിഷ് ബേസ്ഡ് മീഡിയാസ് ഇടുന്നുണ്ട്. പക്ഷേ എനിക്കത് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അർണോൾഡിനെ സാക്രിഫൈസ് ചെയ്യുന്നത് അതൊരു മോശം തീരുമാനമായിരിക്കും. കാരണം ആ ടീമിൽ ഇൻ്റഗ്രൽ പാർട്ടാണ്. നമുക്കറിയാം ലിവർപൂൾ ടൈറ്റിൽ റേസിലോട്ട് പോവാണ്. സോ ഒരു 30, 20, അല്ലെങ്കിൽ ഒരു 40 മില്യൺ, മാക്സിമം 40 മില്യൺ അതിനൊന്നും എന്തായാലും കിട്ടത്തില്ല. കിട്ടാനായിട്ട് മേ ബി അർണോൾഡിനെ ജാനുവരിയിൽ സാക്രിഫൈസ് ചെയ്താലും നമുക്കറിയാം ലിവർപൂൾ ടൈറ്റിൽ റേസിൽ ഇപ്പോഴുണ്ട്. ആ ടൈറ്റിൽ റേസ് ചെയ്യുന്ന ചിലപ്പോൾ ഔട്ടായെന്ന് വരാം, കാരണം അത്ര ഇൻ്റഗ്രൽ പാർട്ടാണ്. മേ ബി സല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് പ്ലെയർ എന്ന് തന്നെ പറയാം ആ ടീമിൽ. സോ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പം അർണോൾഡിനെ റീപ്ലേസ് ചെയ്യുന്ന, സാക്രിഫൈസ് ചെയ്യുന്നത്, ആ 40 മില്യൺ വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമായ തീരുമാനമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ മാനേജ് അത് ചെയ്യുമെന്നും ഫാൻസിൻ്റെ നന്നായിട്ട് പോകുന്നു തോന്നുന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ലൂസ് ഹിം ഓൺ ഫ്രീ ആൻഡ് വിൻ ദ ടൈറ്റിൽ, അല്ലേ, റാദർ ദാൻ റേസിംഗ് 40 മില്യൺ നൗ. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പം ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഇന്നലത്തെ മാച്ച് ഡേ ബ്രേക്ക് ഡൗൺസിലോട്ടൊന്ന് കിടക്കുകയാണ്. സോ ഫസ്റ്റ് തന്നെ ഇന്നത്തെ ബിഗസ്റ്റ് മാച്ച് ഏതായിരുന്നു ചോദിച്ചാൽ ലാസിയോ വേഴ്സസ്
അറ്റ്ലാന്റ മാച്ചായിരുന്നു. ഒരു കടിലൻ എന്താ പറയുക ലീഗിൽ ഒരു വിന്നിങ് റണ്ണിൽ വന്നുകൊണ്ടിരിക്കുന്ന അറ്റ്ലാന്റയെ ഇന്നലെ ലാസിയോയുടെ ഹോം മാച്ചായിരുന്നു. ഒരു 1-1 ഡ്രോയിൽ കളിച്ചു. സോ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാനായിട്ടാണെങ്കിൽ അറ്റ്ലാന്റ വേർ ദ ബെറ്റർ സൈഡ്. ആൻഡ് ഇന്നത്തെ മാച്ചിലാണല്ലോ അറ്റ്ലാന്റ പ്ലേഡ് ബെറ്റർ ഫുട്ബോൾ എന്ന് പറയേണ്ട ഒരു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോഴേക്കും. ബട്ട് ഇന്റർ സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് പോകുമെന്ന് ഓർത്തു. പക്ഷേ അവസാനം സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ ഒരു ഈക്വലൈസർ കണ്ടെത്തുമായിരുന്നു. സോ 2.64 എക്സ്പെക്റ്റഡ് ഗോൾസ് ഉണ്ടായിരുന്നു അറ്റ്ലാന്റയ്ക്ക്. അപ്പുറത്ത് 0.62 ഉള്ളായിരുന്നു ലാസിയോയുടെ എക്സ്പെക്റ്റഡ് ഗോൾസ്. 4 ബിഗ് ചാൻസുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ അറ്റ്ലാന്റ മിസ് ചെയ്യുകയുണ്ടായി. സോ ഇന്നലത്തെ മാച്ചിൽ പോസിറ്റീവായിട്ടാണ് ലാസിയോ തുടങ്ങിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുണ്ടൂസിയുടെ ഷോട്ടൊക്കെ ബാറി തട്ടിപ്പോകുന്ന കണ്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നിക്കോളോ റൊവെല്ലയുടെ അസിസ്റ്റിൽ ഡെലെ ബഷീറുടെ ഒരു ഗോളിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസിയോ ഫ്രണ്ടിലെത്തുന്നത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തിരിച്ചടിക്കാനായിട്ട് 1-2 ഹാഫ് ചാൻസുകൾ 1-2 അവസരങ്ങളും അറ്റ്ലാന്റ ക്രിയേറ്റ് ചെയ്തു. ലുക്മാൻ ലുക്ക് ത്രെറ്റനിങ്. അതുപോലെ തന്നെ എഡർസൺ ഇന്നലെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു എഡർസന്റെ. സോ എഡർസന്റെ ഇന്നലത്തെ നമ്പേഴ്സ് പോയി നോക്കാനായിട്ടാണ് ഇന്നലെ ആൾ 100% ടേക്ക് ഓൺസ് കംപ്ലീറ്റ് ചെയ്തു. 100% നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തു. അതുപോലെ തന്നെ ആള് 0 ടൈംസ് ആണ്. ആൾ ഒരു തവണ പോലും ഇന്നലത്തെ മാച്ചിൽ ഡിസ്പോസസ്ഡ് ആക്കിയില്ല. അതുപോലെ തന്നെ 9 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ് ആൾ നടത്തി. സോ ഇന്നലെ എഡർസൺ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ജാനുവരിയിൽ പല ബിഗ് ക്ലബ്ബുകളും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എഡർസൺ. ഐ തിങ്ക് എഡർസന്റെ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ പോസിറ്റീവായിട്ട് തരുന്ന കാര്യമായിരിക്കും. പല ബിഗ് ക്ലബ്ബുകളും ഇന്നലത്തെ മാച്ചിൽ എഡർസനെ സ്കൗട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കളി കാണാനോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഇരുന്നാണെങ്കിലും നമുക്കറിയാം സിറ്റി ആയിട്ടൊക്കെ സ്ട്രോങ് ലിങ്ക്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ലുക്മാൻ്റെ ഒരു അസിസ്റ്റിനാണ് ഇവർ ഈക്വലൈസ് ചെയ്യുന്നത് അറ്റ്ലാന്റ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ലുക്മാൻ അത്യാവശ്യം ത്രെട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു കോർണർ സിറ്റുവേഷൻ എങ്ങനെ അത് ഗോൾ കയറിയില്ല. ലുക്മാൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ ലാസിയോ അത് തടഞ്ഞു നിർത്തി. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണ് കളി തീരുന്നതിന് കുറച്ച് അതായത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയതിന് ശേഷമാണ് ബ്രഷ്യാനിയാണ് നമ്മൾ നോക്കാനായിട്ടാണ് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു ഈക്വലൈസിങ് ഗോൾ സ്കോർ ചെയ്തത്. അവിടെ ലുക്മാൻ ഫിനിഷ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര അൺസെൽഫിഷ് ആയിട്ട് ആള് ബ്രഷ്യാനിക്ക് ലേ ഓഫ് ചെയ്ത് കൊടുക്കുമായിരുന്നു. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ നിക്കോളോ റൊവെല്ലയുടെ കാര്യമാണ്. സോ ഇന്നലത്തെ മാച്ചിൽ ഈവൻ ദോ അറ്റ്ലാന്റ ആയത് ബെറ്റർ സൈഡെങ്കിലും ഇന്നലത്തെ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നമുക്കറിയാം എഡർസന്റെ ഒക്കെ സ്റ്റാറ്റ് ചെയ്യാൻ വേണ്ടി കിടിലാണ്. പക്ഷേ ആ പിച്ചിലെ നമ്മൾ ഹൈ ടെസ്റ്റ് ഒക്കെ കാണുമ്പോഴേക്കും ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തോന്നിയത് റൊവെല്ലയാണ്. ഇന്നലെ ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. നമ്മൾ നോക്കാനായിട്ടാണ് ബഷീറുക്ക് ആ ബോൾ റിലീസ് ചെയ്ത് സൂപ്പറായിരുന്നു. ആ റോപ്പ് സൈഡ് ട്രാപ്പും ആൾ ബീറ്റ് ചെയ്യുന്നത് ബഷീർ റണ്ണ് നടത്തി കറക്റ്റ് വെയിറ്റിലായിരുന്നു ആ പാസ് ചെയ്യുന്നതും. നല്ല വെയിറ്റേജ് പാസ്. അത് മാത്രമല്ല നിങ്ങൾ ഇന്നലെ റൊവെല്ലയുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ബീസ്റ്റിനെ അവിടെ കാണാം. പുള്ളി ഡിഫെൻസീവ്ലി സോളിഡ് ആണ്. വിത്ത് ദ ബോൾ ഹി ലുക്സ് റിയലി ഗുഡ്. ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 83% പാസിംഗ് ആക്യുറസി. അതുപോലെ തന്നെ 11 ഡിഫെൻസീവ് ആക്ഷൻസ് ആണ് ആൾ ഇന്നലെ നടത്തിയത്. 4 റിക്കവറീസ്, 6 നമ്മൾ നോക്കാനായിട്ടാണ് ഡ്യുവൽസ് ആരോ വിൻ ചെയ്തു. അതുപോലെ തന്നെ 4 out of 5 ടാക്കിൾസ് ആർ വിൻ ചെയ്തു. സോ ഇന്നലെ ലാസ്റ്റ് ഒരു അല്പം പ്രഷറിലായിരുന്നു. അറ്റ്ലാന്റ കണ്ടിന്യൂസ് അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ. ആൻഡ് റൊവെല്ലയുടെ പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു നിന്നൊരു പെർഫോമൻസ് ആണ് റൊവെല്ലയുടെ. നമുക്ക് ആ ഒരു ഞാൻ പലപ്പോഴും ലാസിയോയുടെ മാച്ചുകൾ കാണുമ്പോഴെല്ലാം എന്നെ എപ്പോഴും ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പ്ലെയർ ടു വാച്ച് ഔട്ടിൽ എപ്പോഴും മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഈ സീസൺ നിക്കോളോ റൊവെല്ല. ഇന്നലത്തെ മാച്ച് കണ്ട സ്ഥിതിക്ക് ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ഹിം. സോ എനി ക്ലബ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗോ ഫോർ ഹിം. ആളിപ്പോൾ ഒരു ലോണിലാണ് അവിടെ കളിക്കുന്നത്. ആൾ യുവൻറ്റസിൻ്റെ പ്ലെയറാണ്. ആൻഡ് യുവൻറ്റസിലോട്ട് മേ ബി നെക്സ്റ്റ് സീസൺ തിരിച്ചു തന്നാൽ ആൾക്കവിടെ സ്പോട്ടുണ്ടോ? യുവൻറ്റസ് വുഡ് ലവ് ടു ഹാവ് ഹിം. പക്ഷേ അവർക്ക് FFP ഇഷ്യൂസ് ഉണ്ട്. സോ അതിനകത്ത് തന്നെയാണ് ആളെ ലാസ്റ്റ് മൂമെന്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വിട്ടത്, ലാസിയോലോട്ട് ഒരു ലോണിന് വിട്ടത്. അവരുടെ കിടിലം പ്രോസ്പെക്റ്റ് ആണ്. അവിടെ ഇഷ്ടമുള്ള മിഡ്ഫീൽഡേഴ്സ് യുവൻറ്റസിലുണ്ട്. സോ യുവൻറ്റസിൽ ആളിന് തിരിച്ചു തന്ന സ്പോട്ട് കിട്ടുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ തിങ്ക് ഇപ്പം നമ്മൾ സുബിമെൻഡി പല ക്ലബ്ബുകളുടെയും ഡ്രീം ടാർഗറ്റാണ്. സോ അതിനകത്ത് തന്നെ എഡർസനെയും പലരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈവൻ ഇഫ് ആ ഒരു ടാർഗറ്റ്സിലോട്ട് എത്താൻ സാധിച്ചില്ലെങ്കിൽ പല ടോപ്പ് ക്ലബ്ബുകളും നിക്കോളോ റൊവെല്ലനെ നോക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആസ് എ ബാർസ ഫാൻ, ബാർസയിൽ നമുക്കറിയാം ഇപ്പം പ്രയോറിറ്റി അല്ല ഒരു പൊസിഷൻ. പക്ഷേ എന്നാലും റൊവെല്ലനെ സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അമ്മാതിരി ടോപ്പ് ടാലൻ്റാണ് നിക്കോളോ റൊവെല്ല. ഞാൻ മേ ബി എൻ്റെ ഒരു പേഴ്സണൽ ബൈസ് ആകും. പക്ഷേ എനിക്ക് ഓരോ മാച്ച് കഴിയുന്നതോറും ചെക്കനിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. സോ അതിനോട് നമ്മൾ അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്റർ മിലാന്റെ മാച്ചാണ്. സോ ഇന്നലെ ഇന്റർ മിലാൻ കാഗ്ലിയറി അവേ ചെന്നിട്ട് 3-0 ഒരു കംഫർട്ടബിൾ വിക്ടറി നേടിയുണ്ടായി. സെക്കൻഡ് ഹാഫിൽ നേടിയ 3 ഗോളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബസ്തോണി, ലൗത്താറോ മാർട്ടിനസ്, അതുപോലെ തന്നെ ഹക്കിം ചാരഞ്ഞോളുടെ പെനൽറ്റി, ഈ 3 ഇൻസിഡൻസ് ആണ് ഒരു കംഫർട്ടബിൾ 3-0 വിക്ടറി ഇന്റർ മിലാൻ നേടിക്കൊടുത്ത. ഫസ്റ്റ് ഹാഫിൽ വെച്ച് തന്നെ ഇന്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് 1-2 ഹാഫ് ചാൻസുകൾ ഉള്ളായിരുന്നു. പിന്നെ ലൗത്താറോയുടെ ഒരു സിക്ടർ ഹെഡർ മിസ് ഉണ്ടായിരുന്നു. സോ ഇന്നലത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ലൗത്താറോ ഗോൾ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ സീസൺ ആളുടെ വർക്ക് ലോഡും എല്ലാ കാര്യത്തിലും റൺസ് നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം സൂപ്പറാണ്. പക്ഷേ
ആളുടെ ഫൈനൽ ഔട്ട്പുട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല ബിഗ് മാച്ചസിലും ലൗതാറോ മാർട്ടിനസ് സിക്ടർ മിസ്സുകൾ നടത്തുന്ന പറയാം. ഇന്നലത്തെ മാച്ചിലും 3 or 4 അറ്റ്ലീസ്റ്റ് ഒരു 3 സിക്ടർ മിസ് ആൾ നടത്തിയിട്ടുണ്ട്. 4 or 5 നല്ല ചാൻസുകൾ ആൾക്ക് കിട്ടിയിരുന്നു. ആളുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ ഹെഡർ മിസ്, പിന്നെ സെക്കൻഡ് ഹാഫിലും ആൾ 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആളാണെങ്കിൽ ഒരു ഗോൾ അടിച്ചു. ആ ഗോൾ അടിച്ചതിന് ശേഷം ആളുടെ റിലീഫ് നമുക്ക് ആ ഫേസിൽ കാണാൻ സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബസ്തോണി, വാട്ട് എ പ്ലെയർ ബ്രോ. ആ ബസ്തോണിയുടെ ഹെഡർ മേ ബി അതൊരു ഓക്വേർഡ് ഗോളായിരുന്നു, പക്ഷെ എന്നാലും ബസ്തോണി മിഡ്ഫീൽഡിൽ കാണാം, വൈഡ് ഏരിയ കാണാം, ഡിഫൻസിൽ കാണാം, സെൻട്രൽ ഏരിയാസിൽ കാണാം. അതിന് ഇന്നലെയാണെങ്കിലും നമ്മൾ മാച്ച് കണ്ടപ്പോൾ പലപ്പോഴും ബരേലയൊക്കെ സെൻട്രൽ ബാക്കായിട്ട് ഓവർ കൊടുക്കുമ്പോൾ ബിസക്കും ഡിമാർക്കോ ഒക്കെയാണ്. ഡിമാർക്കോ ഇപ്പം നാച്ചുറലി പലപ്പോഴും ആക്ടിങ് ആസ് എ നമ്പർ 10 ആണെന്ന് തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ചലഞ്ഞോളും ഒക്കെ റണ്ണ് നടത്തേണ്ട ഏരിയാസിലൂടെ ഇപ്പം ഡിമാർക്കോ ആണ് നടത്തുന്നത്. ആ ചലഞ്ഞോളും ഡിമാർക്കോയ്ക്ക് കവർ കൊടുക്കുന്നതാണ്. സോ അവിടെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ഫുട്സാൽ സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല എക്സ്പേർട്സും പല ടാക്ടിക്കൽ അനാലിസിസ് നടത്തുന്നവരും ഇന്റർവ്യൂ ഒരു ഫുട്സാൽ സ്റ്റൈലാണോ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ക്ലിയർലി വിസിബിൾ ആണ്. കാരണം ഇന്നലെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ബോൾ ഓവർ ദ ടോപ്പ് ആണ്. മാർക്കോസ് തുറാമും ലൗതാറോ മാർട്ടിനസും റണ്ണ് നടത്തുന്ന പോലെ ബിസക്കും ഡിമാർക്കോയും ലാസ്റ്റ് മാച്ചായിട്ട് റണ്ണ് നടത്തും. കാരണം അവിടെ ഡിഫൻസിൽ കവർ കൊടുക്കുന്ന ബരേലയും മിക്കിത്താറിയും ബിസക്കും ഡിമാർക്കും ആണ് ആ റണ്ണ് നടത്തുന്നത്. ഇറ്റ് വാസ് സോ ഫൺ ടു വാച്ച്. സോ അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ബരേലയുടെ പെർഫോമൻസ്. ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ചും ബരേലയായിരുന്നു. എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ബസ്തോണ് റണ്ണ് നടത്തുമ്പോൾ അവിടെ കവർ കൊടുക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ നോക്കാനാണ് ഡിമാർക്കോയ്ക്ക് കവർ കൊടുക്കുന്നതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡംഫേഴ്സ് നടത്തുമ്പോൾ അങ്ങോട്ട് കാണാം. ഇറ്റ്സ് എവരിവെയർ. ബരേല എല്ലായിടത്തും ഉണ്ട്. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് ബരേല. അന്യായ പെർഫോമൻസ് ആയിരുന്നു ബരേലയുടെ. അതുപോലെ തന്നെയാണ് ഇന്നലെ തുറാം ഏറ്റവും ഗ്രേറ്റ് പ്ലെയർ. ഹീസ് എ പ്രോപ്പർ ടീം പ്ലെയർ. വളരെ അൺസെൽഫിഷ് ആയ ഒരു പ്ലെയർ ആണ് മാർക്കസ് തുറാം. മാർക്കസ് തുറാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആൾക്കൊരു 80 million റിലീസ് ക്ലോസ് ഉണ്ട്. പല ടോപ്പ് ക്ലബ്ബുകളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അത് നോക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ അത് നമുക്ക് ഫൈനൽ ബ്രേക്ക് ഡൗണിലോട്ട് വരാം. സോ ഇന്നലെ ഒരു കംഫർട്ടബിൾ 3-0 വിക്ടറി നേടിക്കൊണ്ട് ഇന്റർ മിലാൻ പോയിരിക്കുകയാണ്. സിറിയ ടൈറ്റിൽ റേസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്റർ മിലാൻ ഇപ്പം ചെറിയൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം എനിത്തിങ് ഈസ് പോസിബിൾ. സിറിയ എയിൽ ഇപ്പം ധാരാളം ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ബിറ്റ്വീൻ നാപ്പോളി, അതുപോലെ തന്നെ ഇന്റർ മിലാൻ ആൻഡ് അറ്റ്ലാന്റ. അതാണ് ഈ സീസണിൽ ഇവർ 3 പേർക്കും ഇടയിലാണെന്നാണ് ഒരു ഫീൽ വരുന്നത്. ഐ തിങ്ക് സ്റ്റിൽ ഇന്റർ ആർ ദ സ്ലൈറ്റ് ഫേവറേറ്റ്സ്. സോ അവിടെ നമ്മൾ ഫൈനൽ കുറച്ച് അപ്ഡേറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു വിടാൻ പോവാണ്. അതിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് കുൻഹയുടെ അപ്ഡേറ്റ് ആണ്. സോ കുൻഹയിൽ ആർസണലും മാൻ യുണൈറ്റഡിനും ഇൻട്രസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ബൂൾസ് ജാനുവരിയിൽ മത്തേസ് കുൻഹേനെ ഒരു ക്ലബിലോട്ടും വിൽക്കുന്നില്ല എന്നൊരു ഡിസിഷൻ അവരെടുത്തായിട്ട് വരുന്നുണ്ട് റിപ്പോർട്ടുകൾ. മത്തേസ് കുൻഹേനെ കിട്ടാൻ പാടായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മാർക്കസ് തുറാമിന്റെ അപ്ഡേറ്റ്. സോ മാർക്കസ് തുറാമിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ മാർക്കസ് തുറാമിന് 80 million ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ലിവർപൂൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ലിവർപൂൾ മാത്രമല്ല മറ്റ് പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബട്ട് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റൂമറുകൾ വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ റിയലി ഗുഡ് അഡീഷൻ. ലിവർപൂളിലോടൊക്കെ മാർക്കസ് തുറാം വരുവാണ്. കംപ്ലീറ്റ്ലി ഒരു പ്രോപ്പർ എന്താ പറയുക പാക്കേജാണ് തുറാമൊക്കെ. 80 million പ്രോബബ്ലി ഫെയർ പ്രൈസ് ഫോർ ഹിം, അതിലൊരു ഡൗട്ടും ഇല്ല. ഈ സീസണിലെ ഇന്ററിന്റെ ടോപ്പ് സ്കോറുമാണ്. ടോപ്പ് സ്കോർ മാത്രമല്ല ആളെ ലിങ്ക് അപ്ലൈയും എല്ലാം സൂപ്പറാണ്. ഇന്നത്തെ മാച്ചൊക്കെ കണ്ടവർക്ക് കാര്യം പിടിയിട്ടു. അവിടുന്ന് അടുത്ത അപ്ഡേറ്റ് പറയാനായിട്ട് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. ആളൊരു ഇന്റർവ്യൂവിൽ വെച്ച് ഏതാണ് എല്ലാ ക്ലബ്ബുകളുടെയും ഒരു ഡ്രീം പ്രോസ്പെക്ട് ഉണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അതായത് എല്ലാ ക്ലബ്ബുകളും ഈക്വലി നമ്മൾ ഒരു പ്ലെയറിനെ ഇന്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആർസണൽ, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ ലലീഗ ക്ലബ്ബുകൾ, ഈവൻ ബുണ്ടസ് ലീഗ ടോപ്പ് ക്ലബ്ബുകൾ എല്ലാവരും ഈക്വലി ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സുബിമെൻഡി ആണെന്ന് ആൾ പറയുകയുണ്ടായി. സുബിമെൻഡി എല്ലാ ക്ലബ്ബുകളുടെയും ഒരു ഡ്രീം സൈനിങ് ആണെന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. സോ നെക്സ്റ്റ് സീസൺ സുബിമെൻഡി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 50 million pound ഒരു റിലീസ് ക്ലോസ് ആൾക്ക് ഇപ്പോഴുണ്ട്. ആൻഡ് ഐ തിങ്ക് ദ ഫേവറേറ്റ്സ് ആർ റയൽ മാഡ്രിഡ്. മിക്കവാറും നെക്സ്റ്റ് സീസൺ കാർലോ ആൻസലോട്ടി ഇന്ന് മൂവ് ഓൺ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. ചാബി അലോൺസോ ആയിരിക്കും റയലിന്റെ മാനേജർ കേൾക്കുന്നുണ്ട്. ചാബി അലോൺസോ വന്നാൽ പുള്ളി ഫസ്റ്റ് തന്നെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സൈനിങ്സിൽ ഒന്നായിരിക്കും സുബിമെൻഡി. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഇപ്പോഴേ ഇന്റേണലി സുബിമെൻഡിയുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള വാർത്തകൾ റിലയബിൾ ആയ സോഴ്സുകളിൽ നിന്ന് വരുന്നുണ്ട്. സോ സുബിമെൻഡിക്ക് വേണ്ടി ഫേവറേറ്റ്സ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ക്ലിയർലി ഇറ്റ് വിൽ ബി റയൽ മാഡ്രിഡ്. സോ ഇതൊക്കെയാണ് ഓവറോൾ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ കുറച്ച് ട്രാൻസ്ഫർ റൂമറുകൾ വരുന്നുണ്ട്. ബാർസലോണയിലെ പല ചിലപ്പോൾ പ്ലേയേഴ്സ് എക്സിറ്റ് ആയേക്കാന്ന് പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി അൻസു ഫാറ്റി, ക്രിസ്ത്യൻസൺ, എറിക് ഗാർഷ്യ ഇവർക്കൊക്കെ ഓഫറുകൾ ബാർസ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂനോ മെൻഡസിന്റെ കാര്യത്തിൽ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ ഫാബ്രിസ് ഹോക്കിൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലെറ്റംബർഗൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനോ മെൻഡസ് 2026 ഫ്രീ ഏജന്റ് ആവുകയാണ്. ആളുടെ മുമ്പിൽ വെച്ച ഒരു കോൺട്രാക്ട് ആൾ സൈൻ ചെയ്യത്തില്ല എന്നുള്ളൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് PSG ന്യൂനോ മെൻഡസിനെ വിൽക്കാനായിട്ട് ഫോഴ്സ്ഡ് ആയിരിക്കും. ആൻഡ് അവർ പ്രിഫർ ചെയ്യുക സമ്മർ വിൽക്കാനായിരിക്കും. പക്ഷേ ജാനുവരിയിൽ പ്രോബബ്ലി ഒരു നല്ല ഓഫർ വന്നാൽ ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാമെന്ന് കേൾക്കുന്നു.
ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. മാൻ യുണൈറ്റഡ് സീരിയസ്ലി നൂനോ മെൻഡസിനെ പുഷ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നു. പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്ന് വരെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണ് ഫാബ്രിക് ഹോക്കിൻസും പ്ലറ്റൻബർഗും അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഈ കാര്യത്തിൽ നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുള്ളൂ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ കാര്യങ്ങളോട് വരുമ്പോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും.